ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൃശൂരിൽ നിന്നിറങ്ങിയ സുരേഷ് ഗോപി വാഗ്ദാന പെരുമഴയാണ് അഴിച്ചുവിട്ടിരുന്നത്. 2019 തോറ്റ മണ്ഡലം തിരികെ പിടിക്കാൻ 5 വർഷം പ്രയാസപ്പെട്ട സുരേഷ് ഗോപിയെ കഴിഞ്ഞ വർഷം തൃശൂരിലെ വോട്ടർമാർ കൈ തൊട്ടനുഗ്രഹിച്ചു. 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. തൊട്ടുപിന്നാലെ 3ാം മോദി സർക്കാരിൽ ക്യാബിനറ്റ് റാങ്കുള്ള പദവി നേടിയെടുക്കുമെന്നും തൃശൂരിനെ സുരേഷ് ഗോപി ഉന്നതങ്ങളിൽ എത്തിക്കുമെന്നുമാണ് തൃശൂരുകാർ കരുതിയത്. എന്നാൽ പ്രതീക്ഷ ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ്. സുരേഷ് ഗോപി MP ആയതിനു ശേഷമുള്ള ആദ്യ ബജറ്റിൽ തൃശൂർ വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തിയത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, കടുത്ത അവഗണനകളാണ് തൃശൂരിനെ തേടിയെത്തിയത്. മറ്റു പല പാർട്ടികളിലെയും MP മാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബജറ്റുകളിൽ ചെറുതെങ്കിലും പ്രാധാന്യം തൃശൂരിന് ലഭിച്ചിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി അവിടെ നിന്നൊരു MP-യെ ജയിപ്പിക്കാനായതിന്റെ സന്തോഷം പക്ഷേ കേന്ദ്ര നേതൃത്വത്തിനില്ല എന്നതാണ് വാസ്തവം. അതിന്റെ തെളിവാണ് ഈ അവഗണന. വയനാടിനെയും മറ്റും അവഗണിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പക്ഷേ സുരേഷ് ഗോപിയുടെ തൃശൂരിനെ ചേർത്ത് നിർത്തുമെന്നാണ് അന്നാട്ടുകാർ പ്രതീക്ഷിച്ചത്. സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചകളിൽ സാമ്പത്തിക വിദഗ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. തൃശൂരിന് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നും അതിന്റെ ഗുണഫലം കേരളത്തിന് ഒന്നാകെ ലഭിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത്. എന്നാൽ പ്രതീക്ഷിച്ച പദ്ധതികൾ ഒന്നും തന്നെ ഇടം പിടിച്ചില്ല. തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയായിരുന്നു ഇതിൽ പ്രധാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപി നാട് നീളെ നടന്ന് പ്രസംഗിച്ച പദ്ധതിയായിരുന്നു അത്. അധികാരത്തിൽ എത്തുന്നതിന്റെ പിറ്റേന്ന് തന്നെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുമെന്നുമായിരുന്നു വാഗ്ദാനം. എന്നാൽ ബജറ്റിൽ പക്ഷേ ഈ പദ്ധതിയുടെ പേര് എവിടെയും പരാമർശിച്ചില്ല. അതിനു പുറമെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കുടൽമാണിക്യം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം എന്നിവയ്ക്ക് സഹായം ലഭ്യമാകുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ നവീകരണ പദ്ധതികൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് 100 കോടിയുടെ സഹായത്തിനായിരുന്നു നിവേദനം നൽകിയത്. ഈ പ്രഖ്യാപനത്തിന് കൂടിയാണ് തൃശൂർ കാത്തിരുന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് സഹായമായ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും മലയോര ജനതയുടെ പ്രതീക്ഷയും അസ്ഥാനത്താക്കി. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ, ഗുരുവായൂർ തീർത്ഥാടക സ്റ്റേഷൻ പ്രഖ്യാപനം, മുസിരിസ് പൈതൃക പദ്ധതിക്ക് സഹായം തുടങ്ങിയവയും പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും സുരേഷ് ഗോപി എടുത്തു നൽകിയ തൃശൂരിനെ നിർമ്മല സീതാരാമൻ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്ന് പറയേണ്ടി വരും.